ഹലോ. ആ എടി, നിന്നെ കിട്ടിയല്ലോടി, സമാധാനം. തിരക്കാണോടി? ഒരു 5 മിനിറ്റ് ഞാൻ ആ ബ്ലാങ്കയുടെ വിശേഷം ഒന്ന് പറയട്ടെ. ഒളിച്ചോടിപ്പോയ ബ്ലാങ്കിയില്ലേ, നമ്മുടെ ഫിനിക്സിന്റെ മോൻ ഫ്ലെക്സി. എൻ്റെ പേരെപ്പോഴും തെറ്റും. ഫ്ലെക്സിയുടെ മോള് ബ്ലാങ്ക ഏതാണ്ട് ഓർത്തഡോക്സ് പയ്യനുമായിട്ട് ഒളിച്ചോടിപ്പോയത്. നീ ഇതൊന്ന് കേൾക്കണോടി. എടി ഒരു മിനിറ്റ് സ്പീക്കറിലിട്ട് ഒന്ന് ചാരി വെക്കട്ടെ എൻ്റെ പൊന്നെ. എടി നീ ഇതൊന്നും അറിയുന്നില്ല. എടി എന്നാന്നറിയാവോ, നമ്മുടെ കുടുംബം കോഴിക്കാട്ടത്തിൽ കുടുംബം എന്ന് പറയണത് അങ്ങനെ ചെറിയ കുടുംബം വല്ലതുമാണോടി. നമ്മൾ പിന്നെ മാർത്തോമ്മയെന്ന് മാർഗം കൂടിയവരാടി. നമ്മളൊക്കെ ക്ഷത്രിയരായിരുന്നു അതിനു മുമ്പ്. നമ്മുടെ ഉടവാളും പൊന്നരഞ്ഞാണവും പിന്നെ മറ്റേ ആ കെട്ടുവിളക്കും ഒക്കെ ഇപ്പോഴും ആ തറവാട്ടിലിരിപ്പുണ്ട്. നമ്മുടെ അപ്പന ബസാർ അല്ലടാ, പക്ഷേ പാപ്പനമാരൊക്കെ ആയിട്ട് അപ്പനപ്പാപ്പാന്മാരായിട്ടുള്ള ആ വലിയ സംഭവമാണ് നമ്മൾ പൂക്കാക്കു പുരാതന കത്തോലിക്ക കുടുംബം. എന്നിട്ടാണ് ഇവള് ഓർത്തഡോക്സിലോട്ട് പോയേക്കണത്. അതാലോചിക്കുമ്പോൾ എനിക്കങ്ങ് രക്തം തിളച്ച് കയറുക. ഇവൾ ഫിനിക്സിനെ വിളിച്ച് പറയണം, ഫ്ലെക്സിയുടെ പെണ്ണിനെ ഇങ്ങനെയാണോ വളർത്തണത്? എൻ്റെ 2 മക്കളെ ഒന്ന് നോക്കിക്കേ നീ. എല്ലാം മിടുക്കരായിട്ട് അവർ വളർന്നു വന്നേക്കണേന്നറിയാവോ? എടി ഇതൊക്കെ അങ്ങ് ചൊറിഞ്ഞു വരുമ്പോൾ ഉണ്ടല്ലോ, അതിയാൻ്റെ മുഖത്ത് ഇനി എങ്ങനെ നോക്കും? ഇന്നലെ തൊട്ടാങ്കിൽ അതിയാൻ എന്നോട് വല്ലാത്ത പുച്ഛവാ. ആ മാക്കാച്ചിട്ടവൾ ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. പിന്നെ വിളിക്കാം.